നമസ്കാരം. പശ്ചിമ ബംഗാളിൽ നിന്നും വിഭിന്നമായി കല്ലേറുകളോ ബോംബാക്രമണമോ അല്ലെങ്കിൽ ഭീഷണികളോ ഇല്ലാതെ സമാധാനപരമായി കശ്മീരി പണ്ഡിറ്റുകളുടെ രാമനവമി ഘോഷയാത്ര ജമ്മു കാശ്മീരിൽ നടന്നിരിക്കുന്നു. നഗരത്തിലെ എല്ലാ ക്ഷേത്രങ്ങളും വർണ്ണാഭമായ വിളക്കുകൾ കൊണ്ട് അലങ്കരിക്കുകയും പ്രത്യേകമായ പൂജകൾ ഈ ക്ഷേത്രത്തിലൊക്കെ നടക്കുകയും ചെയ്തിട്ടുണ്ട്. കശ്മീരി പണ്ഡിറ്റുകൾ ശ്രീനഗറിൽ ശോഭായാത്ര നടത്തിയതായുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. ശ്രീനഗറിലെ ടാങ്കിപ്പോരയിൽ തക്ലൈത്ത് ക്ഷേത്രത്തിൽ പരമ്പരാഗത വസ്ത്രങ്ങൾ അണിഞ്ഞെത്തിയ സംഘം കുട്ടികളുമായി പുറപ്പെട്ട ഈ ഘോഷയാത്രയിൽ നിരവധി സ്ഥലങ്ങളിൽ കൂടി തന്നെ കടന്നുപോയിട്ടുണ്ട്. ഈ റോഡുകളിലൊക്കെയും വലിയ വരവേൽപ്പാണ് ഈ സംഘത്തിന് ലഭിച്ചതും. എന്തായാലും കനത്ത സുരക്ഷാ ക്രമീകരണം ജമ്മു കാശ്മീരിൽ ഉടനീളം ഒരുക്കിയിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം, പശ്ചിമ ബംഗാളിൽ രാമനവമി ആഘോഷങ്ങൾക്ക് നേരെ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷേ ജമ്മു കാശ്മീരിൽ ഈ കശ്മീരി പണ്ഡിറ്റുകൾക്ക് നേരെ ഒരു ചെറുവിരൽ ഉയർത്താൻ പോലും അവിടുത്തെ മതമൗലികവാദികൾക്ക് സാധിച്ചിട്ടില്ല. പഴയ നഗരത്തിലെ സൈന്ദർ മൊഹല്ലയിൽ നിന്നും ആരംഭിച്ച് തങ്കിപ്പൂരയിൽ സമാപിച്ച പ്രധാനപ്പെട്ട ശോഭായാത്രയിൽ നിരവധി ആളുകളാണ്. ഈ കശ്മീരി പണ്ഡിറ്റുകൾ മാത്രമല്ല, അവർ നേതൃത്വം നൽകി ആ ഘോഷയാത്രയ്ക്ക് എന്ന് മാത്രമേ ഉള്ളൂ. നിരവധി ആളുകളും ഇതിൽ സജീവമായി തന്നെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. താഴ്വരയിലെ സംഘർഷത്തെ തുടർന്ന് നിർത്തിവെച്ചിരുന്നതാണ് ഇത്തരത്തിലുള്ള ഘോഷയാത്രകളും മറ്റും. എന്തായാലും ഇപ്പോൾ വീണ്ടും അത് ആരംഭിച്ചിരിക്കുന്നത് തങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട് എന്ന് തന്നെയാണ് കശ്മീരി പണ്ഡിറ്റുകൾ ഒന്നടങ്കം പറയുന്നത്. ഘോഷയാത്ര നടത്തുന്നതിന് എല്ലാ പിന്തുണയും നൽകി ഒപ്പം നിന്ന മുസ്ലിം സഹോദരങ്ങളോടും കശ്മീരി പണ്ഡിറ്റുകൾ നന്ദി അറിയിച്ചിട്ടുണ്ട്. കാരണം അവരുടെ കൂടി സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ ഇത് വിജയകരമായി പരിസമാപിക്കുകയുള്ളൂ എന്നുള്ള ബോധ്യം അവർക്കുണ്ടായിരുന്നു. അങ്ങനെ പണ്ട് തങ്ങൾക്ക് എന്തൊക്കെ കൈപ്പേറിയ അനുഭവങ്ങളാണോ നേരിടേണ്ടി വന്നത് അതിനൊക്കെ മധുരമായി തന്നെ ഒരു പ്രതികാരം വീട്ടിയിരിക്കുകയാണ് കശ്മീരി പണ്ഡിറ്റുകൾ. അവർ തല ഉയർത്തിക്കൊണ്ട് തന്നെ അവരുടെ വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ ആ വീതിയിലൂടെ നടന്നിരിക്കുന്നു, ആ ഘോഷയാത്രയുടെ ഭാഗമായിരിക്കുന്നു. എന്തായാലും ഈ കാഴ്ചകളൊക്കെ കണ്ട് രാജ്യം വലിയ അമ്പരപ്പിലാണ്. കാരണം മുൻപ് അവിടെ മതമൗലികവാദികളുടെ ഭാഗത്തു നിന്നും കല്ലേറ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്ത് ഘോഷയാത്ര നടന്നാലും സൈന്യത്തിന്റെ പോലും പരിപാടികളിൽ അത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത്തവണ അവിടെ എല്ലാം സമാധാനപൂർണ്ണമായിരുന്നു. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം.